അടിച്ച് അടിച്ച് അടിച്ചടിച്ച് ഗൈസ് ഒരു വരാനടിച്ചിട്ടുണ്ട്. പിന്നെ മിസ്സായി. വെയിറ്റ് വെള്ളം കയറാം. അടിച്ചണ്ട സ്ട്രൈക്ക് 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 ഫിഷ് അടി ഫോളോ 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 യെസ് അടിച്ച് അടിച്ച്. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു കാസ്റ്റ് ആൻഡ് ക്യാച്ച്. അപ്പോൾ നമ്മളിന്ന് സൺഡേ വെളുപ്പിനായിട്ട് നമ്മൾ കാസ്റ്റിങ്ങിനായിട്ട് ഇറങ്ങിയേക്കാണ്. നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ സ്നേക്ക് ഹെഡ്സ് ആണ്. നമ്മളേതായാലും ഉപയോഗിക്കുന്ന റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റ്മ ഓഷ്യൻ സ്റ്റേജ് ആണ്. പിന്നെ നമ്മുടെ റീല് എല്ലാവർക്കും അറിയാവുന്ന ഡൈവ LT 4000. എല്ലാം നമുക്ക് എന്ത് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. നമ്മളായാലും കുറച്ച് ലോങ്ങൊക്കെ ഇന്ന് പോയി കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെന്തെങ്കിലുമൊക്കെ ഒന്ന് കാസ്റ്റ് ചെയ്ത് പിടിച്ചിരിക്കും. നമ്മളപ്പോൾ സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലോങ്ങൊക്കെ പോയി കാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അതായത് നമ്മളൊന്ന് അത്യാവശ്യം കുറച്ച് മീനുകൾ അടിച്ച് കയറ്റുന്നുണ്ട്. അതായത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മളിവിടെ നിന്ന് ചെറുമീനെ ടാർഗറ്റ് തന്ന് വന്നേക്കുന്നത്. നമ്മുടെ റോഡ് റീലും ഇൻട്രോയിലും പറഞ്ഞാൽ വേറെയാണ്. അത് നമ്മുടെ ബ്രദേഴ്സ് ഉണ്ട് നമ്മുടെ ഫിഷിങ്ങിന്. അപ്പോൾ എൻ്റെ ബ്രദറിനെ കൊടുത്തേക്കാണ്. അവർക്ക് കുറച്ചുകൂടി ലോങ് കാസ്റ്റിന് ബെറ്റർ അതാണ്. അതുകൊണ്ട് അവർ അതുകൊണ്ടേക്കാണ്. നമുക്കിവിടെ ഫസ്റ്റ് കാസ്റ്റ് ചെയ്യാം. ഈ ബൈക്ക് കാസ്റ്റ് ആണ്, നമുക്ക് പൊക്കിയെടുക്കാൻ എടുത്തിട്ട്. അല്ലെ ഫ്രോ ചുറ്റിയാലും ഇങ്ങ് വരും. ഒന്നില്ലേ ഹുക്ക് തിരിഞ്ഞ് കിടന്ന് എനിക്ക് വരുന്നതായിരിക്കും. അതാണ് കയറി ഉടക്കി. രാവിലെ വന്ന് കയ്യിൽ ആ കാണുന്നതാണ് നമ്മുടെ ആലപ്പുഴ ഇപ്പോൾ പുതിയതായിട്ട് പണിത പടഹാരം പാലം എന്ന് പറയുന്നത്. അപ്പോൾ ഈവനിങ് ടൈമൊക്കെ അവിടെ വന്ന് നിൽക്കാൻ നല്ല വൈബാണ്. കാരണം ഓൾറെഡി ഈവനിങ് ആ പാലത്തിൽ മൊത്തം ആൾക്കാരാണ്. അപ്പം മുമ്പ് പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ അതിൻ്റെ മേളിൽ ഇപ്പോൾ ആളുകളുണ്ട്, കാറും ഇതെല്ലാം പാർക്ക് ചെയ്ത് ബ്ലോക്കാക്കി കൊണ്ട് ഇപ്പോൾ പോലീസ് തന്നെ വിളിക്കുന്ന പ്രശ്നമാണ്. മുമ്പ് ആ പാലത്തിൻ്റെ ആ ഫസ്റ്റ് ടൈമിലൊക്കെ അതിൻ്റെ മേളിൽ ഫുള്ള് ആൾക്കാരായിരുന്നു. അപ്പോൾ നല്ല വൈബായിരുന്നു ഈവനിങ് ഒക്കെ. കറക്റ്റ് സ്പോട്ടിലായിരുന്നു വീണേക്കുന്നത്. ഗൈസ്, നമ്മുടെ അനിയനൊരു വരലടിച്ച് കയറിയിട്ടുണ്ട്. വീറ്റാ കാണിച്ച് കാണിച്ച് വീറ്റ് വീറ്റ് വെള്ളം കയറാം. എനിക്ക് വെയിറ്റ് ചെയ്യും. നിൽക്കടാ. അടിച്ചണ്ട അടിച്ചണ്ട സ്ട്രൈക്ക് സ്ട്രൈക്ക് സ്ട്രൈക്ക്. അവിടെ തന്നെ പോകണം, അവിടെ തന്നെ പോകണം. ഇവിടെ മൊത്തം വര അവിടെ ചാടിയണ്ട. അത്യാവശ്യം സൈസുള്ള സൈസ് അടിച്ച്. ഏടാ ചെറുതായല്ലേ, ഹുക്കായില്ലേ? അതിനെ കണ്ട് വെള്ള കളർ ചെറുതാ. നമ്മൾ കാസ്റ്റ് ചെയ്തൊരു പാടത്ത് വന്നിട്ടുണ്ട്. ഇവിടുന്ന് എന്തെങ്കിലും അടിക്കാൻ നോക്കാം. അടിച്ച് ഒരു സ്ട്രൈക്ക് ഇട്ടിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഈ നട്ടുച്ച വെയിലത്തൊരു പാടത്ത് കാസ്റ്റിങ്ങിനായിട്ട് വന്നേക്കുവാണ്. ഇവിടുന്ന് എന്തെങ്കിലും അടിക്കുമെന്ന് നോക്കാം. അടിച്ച് അടിച്ച് അടിച്ചടിച്ച് ഗൈസ്
ഒരു വരാലടിച്ചിട്ടുണ്ട്. അയ്യേ കുഞ്ഞു വരാള, ഇത് നോക്കി പൊടി വരാല്. ഇതിന് വിട്ടേക്കട്ടെ കൊച്ചു വരാല്, പൊടി വരാല്. എൻ്റെ കൈ ഹുക്ക് കയറ്റി, അവനെ രക്ഷിക്കാൻ നോക്കിയത് എൻ്റെ കയ്യിലത് ഹുക്ക് കയറ്റി. നമ്മുടെ കൈയുടെ പണി തീർത്തിട്ടുണ്ട്. ഒരു വരാലടിച്ചത് അതിന് രക്ഷിക്കാൻ നോക്കിയതാണ്. കയ്യിൽ ഹുക്ക് കയറി, ചെറുതായതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ഗ്രിപ്പറൊന്നുമില്ല, ഊരാൻ നോക്കി. പിന്നെ മിസ്സായി. ഇപ്പം നമ്മൾ വെള്ളത്തിൽ സ്ട്രൈക്ക് കിട്ടി. നമ്മൾ തെന്നി ഒന്ന് വീണ് കറക്റ്റ് സമയത്ത് മീനും കയറി അടിച്ച്. ഇവിടെ ഒരുപാട് കൈച്ചൂണ്ടക്കാർ വന്ന് ഫിഷ് ചെയ്യുന്ന സ്ഥലമാണ് ഇത്. കാരണം ഈവനിങ് ടൈമിലാണ്. ഇപ്പോൾ തന്നെ നട്ടുച്ചയ്ക്ക് ഇപ്പോൾ ഒരു 12 മണിയായിട്ടുണ്ട്. ഈ സമയത്ത് ഇവിടെ മീൻ പിടിച്ച ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. ഈ കന്നിപ്പാടാണ്, ആലപ്പുഴ കന്നിപ്പാട് ഈ ഏരിയയിൽ കൊപ്പാറക്കട എന്ന സ്ഥലമുണ്ട്. ആ ഒരു വളവിലൊരു ചാലുണ്ട്. ആ ചാലിൽ മൊത്തം ചെമ്പല്ലി വരാലും അങ്ങനെ ഒരുപാട് പേര് സിലോപ്പിയ ഈ ചൂണ്ടായിട്ട് വന്ന് ഒരുപാട് മീൻ പിടിച്ചുകൊണ്ട് പോകണം. നമ്മൾ ഈ ഒരു റോഡ് റീൽ ഉപയോഗിക്കുന്നതിന് നല്ലത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ സാധാ ചൂണ്ട ഉപയോഗിക്കുന്നത് നല്ലത്. ഗൈസ് ഇവിടെ നല്ല മീനിൻ്റെ ആക്ടിവിറ്റി ഉണ്ട്. നമുക്കൊന്ന് കാസ്റ്റ് നോക്കാം. ഫോളോ. യെസ്, അടിച്ച് അത്യാവശ്യം സൈസ് ഉണ്ടെന്ന് തോന്നുന്നു. അടിച്ചിട്ടുണ്ട്. യെസ്, അത്യാവശ്യം സൈസ് ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ലാത്തൊരു വരലടിച്ചിട്ടുണ്ട്. നമ്മുടെ റിയൽ വാരിയറിൻ്റെ ജമ്മിലാണ് അടിച്ചേക്കുന്നത്. കുഴപ്പമില്ലാത്തൊരു സൈസ് വിയറ്റ്നാം വരാലാണ്, നാടനല്ല വിയറ്റ്നാം വരാല്. ഇപ്പോൾ നമുക്കിപ്പോൾ റിയൽ വാരിയറിൻ്റെ ജമ്മിലൊരു നാടൻ വരാലടിച്ച് കയറിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് റിയൽ വാരിയറുടെ ജമ്മിലാണ് അടിച്ച് കയറി. പാടത്തെ വെള്ളം ഇറങ്ങുന്നുണ്ട്. ഈ മീനുകളെല്ലാം പൊങ്ങി കിടക്കും. സിലോപ്പിയൊക്കെ അത് സ്ക്രീൻഷോട്ട് ഉണ്ട്, സുഖമായിട്ട് അടിച്ച് കയറ്റുക. സിലോപ്പി എല്ലാം പൊങ്ങിപ്പോണ്ട്. ഇങ്ങനെയുള്ള ഈ കനാൽ വന്ന് ചെറിയ കനാലിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അതിലേക്കൊക്കെ ആ വളവിലൊക്കെ വന്ന് മീൻ നിൽക്കും. നമുക്ക് അവിടെ നിന്ന് കാസ്റ്റ് നോക്കാം. സ്ട്രൈക്ക് ഫിഷ് അടിച്ച് സ്ട്രൈക്ക് ഫിഷ് അടിച്ച് ഗൈസ്. യെസ്, അടുത്ത വരാൽ അടിച്ചിട്ടുണ്ട് നമുക്ക്. റിയൽ വാരിയറിൻ്റെ ജമ്മിൽ അടുത്ത വരാൽ ഒരു ഇടത്തരം വിയറ്റ്നാം വരാലാണ്. ഇവിടെ മൊത്തം ഈ ഒരു സ്ഥലത്ത് ഫുള്ള് വിയറ്റ്നാം വരാലാണ്. കാരണം ഈ നമ്മുടെ പ്രളയ സമയത്തുള്ള ഈ വളർത്തുകുളത്തിലെ മീനെല്ലാം വന്ന് ഈ പാടത്ത് ഇതിലെല്ലാം കയറി ഫുള്ള് ഇപ്പോൾ ഇത് നാടനൊക്കെ റെയറാണ്. നമ്മളെ രണ്ടാമത്തെ വരാൽ. അപ്പം നമുക്കിപ്പോൾ അന്ന് അടിച്ച് കയറിയ 2 വിയറ്റ്നാം വരാലാണ്. റിയൽ വാരിയറിൻ്റെ ജമ്മിലടിച്ച് കയറിയ ഒരു ഇടത്തരം വരാൽ. നമ്മളായാലും പിന്നെയും കാസ്റ്റിങ്ങിന് പോകണം. ഇതൊരു മോട്ടറിയാലാണ്. ഈ മോട്ടറിയാലിലാണ് അവിടെ പാടത്തിലെ മോട്ടറിയാല്. അപ്പോൾ ഈ പാടത്തെ വെള്ളമെല്ലാം ഇറക്കി കഴിയുമ്പോൾ ഈ മോട്ടർ ചാലി വന്ന് എല്ലാ മീനും വന്ന് നടക്കും. ഈ വരാലും സിലോപ്പിയും എല്ലാം ചെറിയ മീനൊക്കെ റയറാണ്. എന്നാലും ഇതുപോലുള്ള നാടൻ വരാലും വിയറ്റ്നാം വരാലും എല്ലാം ഫുള്ള് വന്ന് കിടക്കുന്നത് ഇതുപോലുള്ള ചാലിലാണ്. അപ്പോൾ വൈകുന്നേരം സമയത്ത് ഇവിടെ ഫുള്ള് ആൾക്കാരാണ്. ഈ ഒരു ചാലിൽ ഫുള്ള് ഫിഷ് ചെയ്യാനായിട്ട് മൊത്തം ആൾക്കാരാണ്.
റെയിൽ വാരിയറിൻ്റെ ജമ്മ് ഒന്നും പറയാനില്ല, അന്യായ ഹുക്കപ്പ്. കാരണം അടിച്ചെല്ലാം കയറിയിട്ടുണ്ട്, മിസ്സായതൊക്കെ റയറാണ്. കറക്റ്റ് എൻ്റെ അണ്ണാക്കിലാണ് നമ്മുടെ ഹുക്ക് കയറിയിരിക്കുന്നത്. അല്ല അടിപൊളി ഹുക്കപ്പാണ് റിയൽ. അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ട്. ഇപ്പോൾ ഉച്ച സമയമായി, ഒരു 12:30 1 മണി ആവാറായി. നമുക്ക് കാസ്റ്റിംഗ് നിർത്തേണ്ട സമയമായി വരുന്നു. റിയൽ വാരിയറിൻ്റെ ഫ്രോഗ്സിൻ്റെ ക്വാളിറ്റി എടുത്തു പറയണതാണ്. കാരണം നമ്മുടെ ഈ ഫ്രോഗ് ഇത്രയും മീൻ അടിച്ചിട്ടും അതിനൊരു കീറലോ പോറലോ ഒന്നുമില്ല. അടിച്ചിട്ട് നമ്മൾ ആ ഹുക്കിൽ നിന്ന് ഊരുമ്പോൾ തിരിച്ച് പഴയ പോലെ തന്നെ അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ റിയൽ വാരിയറിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ്. ഈ റബ്ബർ ക്വാളിറ്റിയൊക്കെ നല്ല കിടിലൻ ക്വാളിറ്റിയാണ്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ ഗൈസ് നമുക്കിന്ന് അടിച്ച് കയറിയ വരാലാണ് ഈ കാണുന്നത്. 3 എത്ര ഉണ്ട്? 3 വരാൽ അടിച്ച് കയറിയിട്ടുണ്ട്. അത് ബ്ലഡാണ് അതിൻ്റെ കേട്ടോ. നമുക്കതിൽ നിന്ന് 3 വരാൽ അടിച്ച് കയറിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ അനിയനെ അടിച്ച് കയറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. 3 കിട്ടി. ഒരെണ്ണം ഒന്ന് ചെറുതായിരുന്നു, അതുകൊണ്ട് നമ്മൾ അതിനെ തിരിച്ചു വിട്ടേച്ച് 3 നമുക്കതിൽ അടിച്ച് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 5:30 ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം ഒരു 1 മണി ആയിട്ടുണ്ട്. ഗൈസ് നമ്മുടെ ഇന്നത്തെ ഇപ്പോൾ കാസ്റ്റിംഗ് ആയാലും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റീലെന്ന് പറഞ്ഞാൽ സീസറിൻ്റെ കാസ്റ്റെക്സ് എന്ന് പറഞ്ഞ റീലാണ്. നമ്മുടെ റോഡ് ഫോസിലിൻ്റെ അൾട്ടിമ. ഏതായാലും അടിപൊളി വെയിലായിട്ടുണ്ട്. ഞങ്ങൾക്ക് കാസ്റ്റിംഗ് നിർത്തേണ്ട സമയമായി. ഏതായാലും ഇതിലും അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ ഇനിയും ചാനൽ വരുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.